മാട്ടൂൽ ഗവൺമെന്റ് ആശുപത്രി റോഡ് വെള്ളത്തിലായി. പാലിൽ പോഷകഗുണങ്ങളുണ്ട്. മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷകഗുണങ്ങൾ ലഭിക്കുള്ളൂ. അങ്ങനെ ഒരു പാലുണ്ട്. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത. ജനതാ പാൽ. സ്വകാര്യ വ്യക്തികൾ ഓടകൾ മണ്ണിട്ട് മൂടിയത് കാരണം മാട്ടൂൽ ഗവൺമെന്റ് ആശുപത്രി റോഡ് വെള്ളത്തിലായി. തീരദേശ മേഖലയിലെ ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രിയുടെ ദുരവസ്ഥയാണിത്. മഴ പെയ്താൽ വഴികൾ വെള്ളത്താൽ മൂടും. ഈ ദുരവസ്ഥ മാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പലതവണ പരാതി നൽകിയിട്ടും ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. മാട്ടൂരിൽ ഒരു ദിവസേന ഒരു 300 മുതൽ 400 വരെ രോഗികൾ കടന്നു വരുന്ന ഏക ഗവൺമെന്റ് ഹോസ്പിറ്റലാണിത്. ഇത് ഇന്ന് ഏറെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുള്ളത്. കഴിഞ്ഞ വർഷം മുതലാണ് ഇത്ര ഒരു വലിയൊരു വെള്ളക്കെട്ട് ഈ ഹോസ്പിറ്റലിന് മുന്നിൽ രൂപപ്പെട്ട് വരുന്നത്. വർഷങ്ങളായി വെള്ളം ഒഴുകിപ്പോയി കൊണ്ടിരുന്ന വയൽ നികത്തിയത് കാരണമാണ് ഇത്തരം ഒരു അവസ്ഥയിലേക്ക് ജനങ്ങൾക്ക് ദുരിതമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആശുപത്രിക്ക് സമീപത്തെ സ്വകാര്യ വ്യക്തികൾ മതിൽ കെട്ടി ഓടകൾ മണ്ണിട്ടടച്ചതാണ് രൂക്ഷമായ വെള്ളക്കെട്ടിന് കാരണം. കാല് കെട്ടിയിട്ടുള്ളത് അവിടുന്ന് റോട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വണ്ടി പിടിച്ചിട്ട് വരാൻ കഴിയില്ല. അപ്പൊ ഇപ്പൊ വണ്ടി തന്നെ പിടിക്കണോ എന്തായാലും. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന കെട്ടിടങ്ങൾ രാഷ്ട്രീയ സ്വാധീനം ചെലുത്തി അനുമതി വാങ്ങുകയാണെന്ന ആക്ഷേപവും നിലവിലുണ്ട്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പാലിൽ പോഷകഗുണങ്ങളുണ്ട്. മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷകഗുണങ്ങൾ ലഭിക്കുള്ളൂ. അങ്ങനെ ഒരു പാലില്ല എന്നല്ലേ ടീച്ചർ ഇന്നലെ പറഞ്ഞേ? അങ്ങനെ ഒരു പാലുണ്ട്. ജനതാ പാൽ. നാട്ടിലെ നന്മ ആഗ്രഹിക്കുന്ന ക്ഷീര കർഷകരിൽ നിന്നും സൊസൈറ്റികളിൽ നിന്നും പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിൽ ലഭിക്കുന്ന ജനതാ പാലിലുണ്ട് പോഷകഗുണങ്ങൾ. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത. ജനതാ പാൽ. അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷകഗുണങ്ങളുമുള്ള പാലേതാണ്? ജനതാ പാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം.